തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതാണ്. മാലിന്യ പ്രശ്നമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മാലിന്യ വിഷയം നഗരത്തിൽ ഇത്ര വലിയ വിഷയമായി മാറുന്നത്. എന്നാണ് നഗരത്തിൻ്റെ പൊതുവാവസ്ഥ എന്നുകൂടി നോക്കാം. നിതിൻ മോഹൻ നമുക്കൊപ്പമുണ്ട്. നിതിൻ നിൽക്കുന്നത് എവിടെയാണ്? അവിടുത്തെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുമോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? നിൽക്കുന്നത് നമ്മുടെ ചാക്ക ബൈപ്പാസിന് ചേർന്നാണ്. ചാക്ക ജംഗ്ഷൻ നമ്മൾ പേട്ടയിലോട്ട് പോകുന്ന ആ റോഡിന് സമീപത്തെ സർവീസ് റോഡിലാണ്. ഇവിടെ അനന്തപുരി ഹോസ്പിറ്റൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. തൊട്ടടുത്ത് തന്നെ നമുക്ക് എയർപോർട്ടിലോട്ട് പോകാനുള്ള വഴിയും ഇവിടെ തന്നെയാണ്. ഇതിനോട് ചേർന്നാണ് ഇപ്പോൾ മഴ പെയ്യുന്ന സമയങ്ങളിൽ ഈ വെള്ളം പോകാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കനാലാണ് ഈ കാണുന്നത്. ഈ കനാലിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവസേന കുമിഞ്ഞു കൂടുകയാണ് ലോഡ് കണക്കിന് വേസ്റ്റ് ഇവിടെ. ആൾക്കാർ നമ്മൾ പല രീതിയിലും നമ്മൾ ഈ പറയുന്ന സർക്കാരിനെയും ഈ പറയുന്ന കോർപ്പറേഷനെയൊക്കെ കുറ്റം പറയുകയാണെങ്കിലും ഇത് ഒരു മനുഷ്യൻ്റെ സിവിക് സെൻസാണ്. അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന സിറ്റിസൺസ് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഈ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സിവിക് സെൻസിനെ തന്നെയാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാര്യം വേണ്ട രീതിയിൽ ഈ പറയുന്ന വേസ്റ്റുകൾ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുമാകാം. പക്ഷേ ഈ കാണുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. കാര്യം ജലം വളരെ ബേസിക്കായിട്ട് മനുഷ്യന് ആവശ്യമുള്ള അവരുടെ ജലം തന്നെയാണ് ഇങ്ങനെ മലിനീകരപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നാട്ടുകാരുണ്ട്, ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഇതിവിടെ നിരന്തരമായി തുടരുന്ന ഒരു കാര്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തത വരുത്താം. സജിത്ത്, ചേട്ടാ, എന്താണ് ഇവിടെ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണോ ഇത്? ഇത് ദൈനംദിനം ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഫ്ലാറ്റുകളിൽ നിന്നും, അതായത് നമ്മൾ കഴക്കൂട്ടം മുതൽ ഇഞ്ചക്കൽ വരെ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലാറ്റുകളിലും അല്ലെങ്കിൽ റൂമുകളിലും താമസിക്കുന്ന ആൾക്കാർ, അതായത് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവർക്കൊരു മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാനോ അല്ല ഒരു മറ്റുള്ള മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് രാത്രി കാലങ്ങളിൽ കാറിലോ ടൂ വീലറുകളിലും വന്നാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിട്ട് പോകുന്നത്. ഇവിടുന്ന് ഒരറ്റം പോലെ അങ്ങേയറ്റം പോലെ നോക്കിയാൽ ഇത് സ്ഥിരം കാഴ്ചയാണ്. അതായത് ഒരു 3 വർഷത്തിന് മുമ്പ് വന്നൊരു വെള്ളപ്പൊക്കമുണ്ട്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓടകൾ, കാനകൾ ഇതുപോലെ വേസ്റ്റ് അടിഞ്ഞ് വെള്ളം ഒഴുകാത്തതുകൊണ്ടാണ് ഇവിടെ. ഇപ്പോൾ 2 ദിവസം ഇവിടെ മഴ പെയ്താൽ ഈ ചാക്ക എന്ന ജംഗ്ഷൻ വെള്ളത്തിനടിയിലാവും. ഇപ്പോൾ മഴ കുറവായ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളം ഈ മഴ പെയ്യുകയാണെങ്കിലും നിറച്ച് വെള്ളം ഉറപ്പായിട്ട് ഈ വെള്ളം ഒഴുകുന്നില്ല. വെള്ളം ഒഴുകിപ്പോയാലെങ്കിൽ മാത്രമേ, കാര്യം ഇപ്പം ഒരു പകുതിയിൽ മുക്കാലിലധികം വെള്ളം തളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം മഴ പെയ്താൽ ഉറപ്പായിട്ടും വെള്ളം റോഡിലേക്കും മറ്റുള്ള പരിസര പ്രദേശങ്ങളുടെ വീട്ടിലേക്കും കയറാൻ സാധ്യത കൂടുതലാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്ത് വളരെ മഴ കുറവുള്ളതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു വെള്ളപ്പൊക്ക ഭീഷണി തിരുവനന്തപുരം ടൗണിലെ പരിസര പ്രദേശങ്ങളിൽ ഇല്ലാതാകുന്നു. നിരന്തരമായി ഇപ്പം ചേട്ടൻ ഇവിടെ റെസിഡൻസിലുള്ള ആളാണ്. അപ്പോൾ നിങ്ങളടുത്തൊക്കെ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് ആൾക്കാർ എത്തുന്നുണ്ടോ? നിങ്ങൾക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടോ? ഉണ്ട്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ചില വീടുകളൊക്കെ മാറുന്ന ഒരുപാട് മാലിന്യങ്ങളുണ്ട്. അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് ആൾ വരുന്നുണ്ട്. എങ്കിൽ പോലും അതിലുപരി വരുന്ന ഒരുപാട് അവർ കൊണ്ടുപോകാത്ത കുറേ മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ അവർ നമ്മുടെ റോഡിൻ്റെ സൈഡുകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. കൂടുതലും IT ഉദ്യോഗസ്ഥരും മറ്റുള്ള ഉദ്യോഗസ്ഥരും താമസിക്കുന്ന കേന്ദ്രമാണ്. അവരെ ബോധവൽക്കരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു നഴ്സറി കുട്ടിയെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും പാടാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവിടെയുള്ള നാട്ടുകാർ, ഇപ്പം ഈ പറയുന്ന ഈ IT ഉദ്യോഗസ്ഥരും ഇവിടെ താമസിക്കുന്ന ആൾക്കാരും അവർക്കൊരു ബോധവൽക്കരണം വരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സജിത്ത്, മറ്റൊരു വ്യക്തി നമ്മളോട് കൂടുന്നുണ്ട്, ഇവിടെ ഈ പ്രദേശവാസി തന്നെയാണ്. ചേട്ടാ, പേരെന്താണ്? ചേട്ടാ, ഇത് ഇവിടെ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത് രാത്രി എത്ര മണിക്കാണ് കൊണ്ടുവിടുന്നത്? ഇവിടെ ക്യാമറയോ TV അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ടെങ്കിൽ നമുക്കിതിനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ക്യാമറ കാര്യങ്ങളായിട്ടൊന്നുമില്ല. കാര്യം ഇവിടെ ഹോസ്പിറ്റലുണ്ട്, എയർപോർട്ട് ഉണ്ടാകാം. എന്തെങ്കിലും ഈ വേസ്റ്റ് ഇടുന്നതിന് എന്തെങ്കിലും CCTVയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കിയാൽ നമുക്ക് ഇതിന് പിടിക്കാൻ പറ്റും. ഇത് പക്ഷേ അങ്ങനെയൊന്നും ഒരു ഇതും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ രാത്രി കാലങ്ങളിലാണ്. പകല് നിങ്ങൾക്ക് ഈ പരിസരവാസികളെല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് ആരും അതിനുള്ള ധൈര്യം കാണിക്കില്ല. ഒരിക്കലും ഇല്ല. രാത്രിയിലാണ് ഈ പരിപാടി കാണിക്കുന്നത്. ശരി.
എന്തായാലും സജിത്ത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. കാര്യം ഈ പറയുന്ന പകർച്ചവാദികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നഗരത്തിൽ ഇപ്പോൾ പരക്കെ പ്രടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെ വേസ്റ്റുകൾ കൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന സ്രോതസ്സുകളിൽ കൊണ്ടിടുന്നത് ഒരു സിവിക് സെൻസ് ഉള്ള ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യ സോഷ്യലായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കാര്യമല്ല സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നിതിൻ മോഹനാണ് തിരുവനന്തപുരം നഗരമേഖലകളുടെ പൊതു അവസ്ഥ സൂചിപ്പിച്ച് വളരെ ഗൗരവമായി ഇടപെടൽ വേണ്ട വിഷയം കൂടിയായി ഇത് മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.